ഭാര്യയുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും കൂടെ നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു സ്വസ്ഥമായൊരു കുടുംബ ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതൊക്കെ ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്, അതിനെ നെഗറ്റീവ് സെൻസിൽ കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. നിന്റെ ഭർത്താവ് നീ അല്ലാത്ത മറ്റൊരു പെണ്ണുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി, അവർക്കിടയിൽ നെഗറ്റീവായിട്ടൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, ഭയങ്കര കെയറിങ്, ഒരുമിച്ചുള്ള യാത്ര. നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് ഒരല്പം അന്തസ്, അഭിമാനം, ബോധം ഉള്ളൊരു പെണ്ണിനെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നാലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ട് ഭയങ്കര സംഭവം അതേപോലെ ആയാൽ മതി എന്നാഗ്രഹിക്കുന്നവർ സ്വന്തം ലൈഫിനെ പറ്റി ആലോചിക്കും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് വല്ലപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് വിശേഷം ചോദിച്ച് ഇതിനെ പറ്റിയല്ല. ഭാര്യ ഭർത്താവായിരിക്കെ അവർക്കിടയിലേക്ക് വരുന്ന സൗഹൃദങ്ങൾ, ഒരുമിച്ച് ട്രിപ്പ് പോകുന്ന സൗഹൃദങ്ങൾ, എപ്പോഴും മെസ്സേജ് അയക്കുന്ന സൗഹൃദങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മാത്രം ഷെയർ ചെയ്യുന്ന മൊമെന്റുകൾ മുഴുവനും ഷെയർ ചെയ്യപ്പെടാവുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇത്തരം സൗഹൃദങ്ങൾ നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആണായാലും പെണ്ണായാലും ഈ സൗഹൃദം കൊണ്ടുവന്നാൽ അവിടെ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിന്റെ സർവ്വമാധുരവും അവിടെ കട്ടായി പോകും. പിന്നെ ബാക്കിയൊക്കെ ഒരു തരം എക്സ്പ്രഷനും അഭിനയവും മാത്രമായിട്ട് അത് മാറും. അതുകൊണ്ട് സൗഹൃദത്തെ നിങ്ങൾ സൂക്ഷിക്കണം.